USS എക്സാമിനേഷന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് പരിചയപ്പെടാം. ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചത് ഏത് രാജ്യവുമായുള്ള ബന്ധം വഴിയാണ്? ഓപ്ഷൻസ് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ. ഏതാണ് ആൻസർ? പോർച്ചുഗീസുകാർ. ഏതാണ്? പോർച്ചുഗീസുകാർ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡിവൈൻ കോമഡി പെട്രാർക്ക്, മോണാലിസ മൈക്കലാഞ്ചലോ, ഇൻ പ്രൈസ് ഓഫ് ഫോളി ദാന്തെ, ഡോൺ ക്വിക്സോട്ട് സെർവാൻറ്റിസ്. ഏതാണ് ശരിയായ ജോഡി? ഡോൺ ക്വിക്സോട്ട് സെർവാൻറ്റിസ് അതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്ന കൃതി എഴുതിയത് സെർവാൻറ്റെയാണ് കേട്ടോ. സെർവാൻറ്റിസ എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്, സെർവാൻറ്റെ. അപ്പോൾ ഡോൺ ക്വിക്സോട്ട് എഴുതിയത് സെർവാൻറ്റെ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഡിവൈൻ കോമഡി ആരുടെയാണ്? ഡിവൈൻ കോമഡി ദാന്തെ. ആരാണ്? ഡിവൈൻ കോമഡി ദാന്തെ. അടുത്തത് മോണാലിസ ആരുടെയാണ്? മോണാലിസ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒരു ചിത്രമാണ്. മോണാലിസ എന്ന് പറഞ്ഞ ചിത്രം ലിയനാർഡോ ഡാവിഞ്ചിയുടേതാണ്. ഡിവൈൻ കോമഡി എന്ന് പറയുന്നത് ഒരു കൃതിയാണ്. അത് എഴുതിയത് ആരാണ്? ദാന്തെ. അടുത്തത് ഇൻ പ്രൈസ് ഓഫ് ഫോളി അത് എഴുതിയത് ഇറാസ്മസ് ആണ്. ആരാണ്? ഇറാസ്മസ്. ഇൻ പ്രൈസ് ഓഫ് ഫോളി ഇറാസ്മസ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ ഇതര സ്രോതസ്സുകളിൽ നിന്ന് പണം സമാഹരിക്കാനുള്ള സംവിധാനം. ഏതാണ് ആൻസർ? 4 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. സ്പാർക്ക്, കിഫ്ബി, GST, K-സ്മാർട്ട്. ഏതാണ്? കിഫ്ബി. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ ഇതര സ്രോതസ്സുകളിൽ നിന്ന് പണം സമാഹരിക്കാനുള്ള സംവിധാനമാണ് കിഫ്ബി കേട്ടോ. കിഫ്ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഏതുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം, ഭൂപട നിർമ്മാണം, മണ്ണിനെക്കുറിച്ചുള്ള പഠനം, അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനം. ഏതാണ്? ഭൂപട നിർമ്മാണം അല്ലേ? ഭൂപട നിർമ്മാണമാണ് കാർട്ടോഗ്രഫി എന്നറിയപ്പെടുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ 4 നിറത്തിലുള്ള റേഷൻ കാർഡുകളാണല്ലോ നിലവിലുള്ളത്. ഇതിൽ മഞ്ഞ നിറമുള്ള കാർഡ് ഏത് വിഭാഗത്തിൻ്റെതാണ്? ഓപ്ഷൻസ് മുൻഗണനാ വിഭാഗം, മുൻഗണനേതര വിഭാഗം, സംസ്ഥാന മുൻഗണനാ വിഭാഗം, അന്ത്യോദയ വിഭാഗം. ഏതാണ് ആൻസർ? അന്ത്യോദയ വിഭാഗം. അന്ത്യോദയ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവർക്കുള്ളതാണ് ഏത്? മഞ്ഞ നിറമുള്ള കാർഡ്. ഓക്കെ, അപ്പോൾ അന്ത്യോദയ വിഭാഗത്തിലുള്ളവർക്കാണ് മഞ്ഞ നിറമുള്ള കാർഡ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, അറബിക്കടൽ ഏതു മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻസ് ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം. ഏതാണ്? നമുക്ക് നിസ്സംശയം പറയാം. ഏത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. അപ്പോൾ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ കാലഗണന ക്രമത്തിലാക്കുക. ചരിത്ര സംഭവങ്ങൾ എന്നാണ്. 1ാമത്തത് ഗുരുവായൂർ സത്യാഗ്രഹം, 2 ക്വിറ്റ് ഇന്ത്യ സമരം, 3 വൈക്കം സത്യാഗ്രഹം, 4 ഉപ്പ് സത്യാഗ്രഹം. അപ്പോൾ ഇതിനെ കാലഗണന ക്രമത്തിലാക്കണം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1931. ക്വിറ്റ് ഇന്ത്യ സമരം 1942. വൈക്കം സത്യാഗ്രഹം 1924. ഉപ്പ് സത്യാഗ്രഹം 1930. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഓർഡറിലാക്കി എടുക്കണം, കാലഗണന ക്രമത്തിലാക്കി എടുക്കണം. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇപ്പോൾ ഇതിൽ ആദ്യം വരുന്ന ഏതാണ്? ആദ്യം വരുന്നത് വൈക്കം സത്യാഗ്രഹം 1924. അപ്പോൾ സി ആണ് ആദ്യം വരുന്ന ഓപ്ഷൻ. അപ്പോൾ സി ഓപ്ഷൻ വരുന്ന 2 എണ്ണം ഉണ്ട്, ബിയും ഉണ്ട് ഡിയും ഉണ്ട്. അടുത്ത് നോക്കാം, വൈക്കം സത്യാഗ്രഹം 1924. അത് കഴിഞ്ഞിട്ട് നടന്നത് ഉപ്പ് സത്യാഗ്രഹമാണ് 1930. അപ്പോൾ ഡി. അപ്പോൾ ബി ഓപ്ഷൻ നോക്ക്, സിയും ഡിയും ഉണ്ട്. ഇനി അടുത്തത് ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം 1931. അപ്പോൾ എ ഓപ്ഷൻ. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. അപ്പോൾ ബി ഓപ്ഷൻ. അപ്പോൾ സി ഡി എ ബി ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. അപ്പോൾ 7ാമത്തേൻ്റെ ആൻസർ ബി ഓപ്ഷനാണ് കേട്ടോ. സി ഡി എ ബി. സി എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം 1924, ഡി എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹം 1930, എ എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം 1931, ബി എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം 1942. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സമയപരിധി എത്ര? ഓപ്ഷൻസ് 15 ദിവസം, 21 ദിവസം, 30 ദിവസം, 90 ദിവസം. ഏതാണ് ആൻസർ?
സി ഓപ്ഷനാണ് കേട്ടോ, 30 ദിവസം. വിവരാവകാശ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സമയപരിധി 30 ദിവസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടൽ, പസഫിക് സമുദ്രം, ബംഗാൾ ഉൾക്കടൽ, ആർട്ടിക് സമുദ്രം. ഏതാണ് ആൻസർ? ബംഗാൾ ഉൾക്കടലിൽ. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ ലക്ഷദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ഓക്കെ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ. ആരാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഓപ്ഷൻസ്: അരുൺ ഗോയൽ, അനൂപ് ചന്ദ്ര പാണ്ഡെ, രാജീവ് കുമാർ, രാജീവ് ചന്ദ്രശേഖർ. ആരാണ് നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? രാജീവ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയവയിൽ സാമൂഹികീകരണ പ്രക്രിയയെ സഹായിക്കാത്ത പ്രസ്താവന കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ്: വ്യത്യസ്ത ചുറ്റുപാടിൽ നിന്നും വരുന്ന കുട്ടികളുമായി ഇടപഴകുന്നു, പത്രപാരായണം നടത്തുന്നു, വീട്ടുജോലികളിൽ അമ്മയെ സഹായിക്കുന്നു, ദൃശ്യമാധ്യമങ്ങളുടെ ആശാസ്യമല്ലാത്ത ഉപയോഗം. ഏതാണ് ആൻസർ? ഇതിൽ നമുക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഏതാണ്? ദൃശ്യമാധ്യമങ്ങളുടെ ആശാസ്യമല്ലാത്ത ഉപയോഗമാണ് സാമൂഹികീകരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് അല്ലേ? അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ആമുഖമാണ് കേട്ടോ, ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, നന്ദലാൽ ബോസ്. ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മണ്ഡലം ഏത്? ഓപ്ഷൻസ്: വായുമണ്ഡലം, സ്ഥലമണ്ഡലം, ജൈവമണ്ഡലം, ജലമണ്ഡലം. ഏതാണ് ആൻസർ? നമുക്കറിയാം, ജീവജാലങ്ങൾ, ജൈവം അല്ലേ, ജീവൻ ഉള്ള മണ്ഡലം ഏതാണ്? ജൈവമണ്ഡലം. ഓക്കെ. അപ്പോൾ ജൈവമണ്ഡലമാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 14ാം ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സൈനിക ഉടമ്പടിയിൽ ചേരുന്നതിനെതിരെയാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്? ഏതോ ഒരു സൈനിക ഉടമ്പടിയിൽ ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉക്രൈനെതിരെ നമ്മുടെ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചത്. ആ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ഉടമ്പടിയിൽ ചേരുന്നതിനെതിരെ ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ: നാറ്റോ, വാഴ്സ ഉടമ്പടി, സെൻറ്റോ, ഇവയൊന്നുമല്ല. ഏതാണ്? നാറ്റോ. നാറ്റോ ആണ് ആൻസർ. ഓപ്ഷൻ എ. അപ്പോൾ നാറ്റോ സൈനിക ശക്തിയിൽ ഉക്രൈൻ ചേരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നത്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ്.